PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ ഒരു ദിവസം 4 ക്ലാസ്സുകൾ വെച്ചായിരുന്നു നൽകി വന്നിരുന്നത്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ 6 ക്ലാസ്സുകളാണ് ഒരു ദിവസം പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സമയം എങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് പറയാം. കാലത്ത് 6 മണിക്ക് നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയെ ബേസ് ചെയ്തിട്ടുള്ള SCERT ആണ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ 9 മണിക്ക് നമ്മൾ സയൻസിനെ ബേസ് ചെയ്തിട്ടുള്ള SCERT ചാപ്റ്റേഴ്സ് ആണ്. ഇന്ന് ബയോളജിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ 12 മണിക്ക് നമ്മൾ ഓൾറെഡി കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ എടുത്ത് കംപ്ലീറ്റ് ആവാറായി, കുറച്ച് പോർഷൻസും കൂടെ ഉണ്ട്. അപ്പോൾ അതാണ് 12 മണിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ. അത് കഴിയുമ്പോൾ അടുത്ത ടോപ്പിക്ക് എക്കണോമിക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് നമ്മൾ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം അത് ഒരാഴ്ച 3 കൂടെ കവറാകുന്ന രീതിയിലാണ്. 2 ദിവസം ഇംഗ്ലീഷ് ഉണ്ടാവും, 2 ദിവസം മാത്സ് ഉണ്ടാവും, 2 ദിവസം മലയാളം ഉണ്ടാവും. ദെൻ രാത്രി 8 മണിക്ക് മുൻവർഷ ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് മുൻവർഷ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കാലത്ത് 6 മണിക്ക് പഠിച്ചിട്ടുള്ള ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്നും, അതുപോലെ 9 മണിക്ക് പഠിച്ചിട്ടുള്ള സയൻസിൻ്റെ SCERT പാഠഭാഗം പഠിച്ച ആ ഭാഗത്ത് നിന്നും, അതുപോലെ തന്നെ 12 മണിക്ക് പഠിച്ചത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ആ ഭാഗത്ത് നിന്നും, ഇങ്ങനെ 3 നമ്മൾ GK ടോപ്പിക് പഠിക്കുമല്ലോ. അപ്പോൾ ആ ഭാഗത്ത് നിന്നുള്ള മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ രാത്രി 8 മണിക്ക് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഓരോ ഭാഗവും നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ആ ഭാഗത്തുള്ള മുൻവർഷ ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷൻ സഹിതമാണ് നമ്മൾ എടുക്കുന്നത്. അതും കൂടെ പഠിച്ചു കഴിഞ്ഞാണ് നിങ്ങൾ പോകുന്നത്. ദെൻ അത് കഴിഞ്ഞ് രാത്രി 10:30 നമുക്ക് ക്ലാസ് ഉണ്ട്. അതും ലൈവാണ്. നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ്, എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 2 ലൈവും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ 6 ക്ലാസ്സുകളാണ് നമ്മൾ ഒരു ദിവസം നൽകാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ഈ ക്ലാസ്സുകൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു റാങ്ക് ലിസ്റ്റിൽ എത്തിപ്പെടാൻ വേണ്ടി പറ്റും. ഓക്കെ, നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. പിന്നെ വീക്ക്ലി വൺസ് നമുക്ക് ഞായറാഴ്ച രാത്രി 8 മണിക്ക് ഒരാഴ്ച പഠിച്ച കാര്യങ്ങളുടെ എക്സാം ഉണ്ടായിരിക്കും, ലൈവായിട്ട് നമുക്ക് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കൂടാതെ നമ്മൾ മന്ത്ലി ഒരു മാസം നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം മാസത്തിൽ ഒരു ദിവസം ഇതുപോലെ രാത്രി 8 മണിക്ക് 100 മാർക്കിൻ്റെ പരീക്ഷയായിട്ട് നമ്മൾ റിവിഷൻ ചെയ്യാറുണ്ട്. അതും ലൈവായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നല്ല രീതിയിൽ നമ്മളൊരു പെയ്ഡ് ക്ലാസ്സിൽ എങ്ങനെയാണോ കൊടുക്കുന്നത് ആ രീതിയിലാണ് നമ്മൾ ക്ലാസ്സസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ എല്ലാവരും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ക്ലാസ് ഫോളോ ചെയ്യുന്നവർ നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. ടെലിഗ്രാമിലാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും അതുപോലെ തന്നെ PDF-ഉം കാര്യങ്ങളൊക്കെ അവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ടും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. എനിക്ക് ചെറിയ ചുമയുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ശബ്ദം ഇങ്ങനെ ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നത് കേട്ടോ, സോറി. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് നമ്മൾ SCERT ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവരും കാലത്ത് തന്നെ നല്ല ഉഷാറായിട്ട് പഠിച്ചോളാം. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമ്മൾ ഇന്ന് എടുക്കാൻ വേണ്ടി പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത്, ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ തുടങ്ങുന്നത് ഒരുപാട് ചോദ്യങ്ങൾ PSC സ്ഥിരമായിട്ട് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ്. നമ്മളൊരു ബേസ് തൊട്ടാണ് പഠിച്ചു പോകുന്നത്. ഓക്കെ, അപ്പോൾ ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും എന്ന് പറയുന്ന ചാപ്റ്ററിൽ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, വളരെ ബേസിക് തൊട്ടാണ് പഠിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി, കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ചരിത്രമാകുമ്പോൾ നമുക്കതൊരു കഥ പോലെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും എന്ന് പറയുന്ന SCERT പാഠഭാഗത്തിലോട്ട് നമുക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ക്ലാസ്സിലോട്ട് കടക്കാം. നമ്മൾ ആദ്യം നോക്കുന്നത് 7ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററാണ് നമുക്ക് ആദ്യം പഠിക്കാനായിട്ടുള്ളത്, ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു ചിത്രം തന്നിട്ടുണ്ട്. നഗോഡകളുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നഗോഡകളുടെ പെരുവിരൽ എന്ന് പറഞ്ഞൊരു സ്റ്റോറി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം. ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ. നഗോഡകൾ ആരായിരുന്നു? ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ. അവരുണ്ടാക്കുന്ന പട്ടുനൂൽ തേടി വിവിധ നാടുകളിൽ നിന്ന് നെയ്ത്തുകാരെത്തിയിരുന്നു. ബംഗാളിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം സ്ഥാപിച്ചതോടുകൂടി കമ്പനി ഉദ്യോഗസ്ഥന്മാർ എന്തു ചെയ്യാൻ തുടങ്ങി? നഗോഡകളെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് കുറഞ്ഞ വേതനത്തിന് അവരെ കൊണ്ട് നെയ്ത്ത് ജോലി ചെയ്യിപ്പിച്ചു. ഉപജീവനത്തിന് മറ്റു മാർഗങ്ങൾ തേടാൻ സാധിക്കാത്ത വിധത്തിൽ കമ്പനിയുടെ തൊഴിലാളികളാക്കി അവരെ മാറ്റി. അടിമകൾക്ക് തുല്യമായ ജീവിതം. കമ്പനി ഉദ്യോഗസ്ഥന്മാരുടെ തീരുമാനം അംഗീകരിക്കാത്തവരെ ക്രൂരമായി മർദ്ദിച്ചു. വസ്തുവകകൾ പിടിച്ചെടുത്തു. ജീവിതം വഴിമുട്ടിയ നഗോഡകൾ കുലത്തൊഴിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു.
അതിനവർ കണ്ടെത്തിയ മാർഗം സ്വന്തം പെരുവിരൽ മുറിച്ചു മാറ്റുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം സ്ഥാപിച്ചതോടു കൂടിയിട്ട് അവർക്ക് അനുഭവിക്കേണ്ടി വന്ന അവസ്ഥയും അവരുടെ കുലത്തൊഴിൽ ഉപേക്ഷിച്ച് കൊണ്ട് അവർ സ്വന്തം പെരുവിരൽ മുറിച്ചു മാറ്റുകയൊക്കെ ചെയ്ത ആ ഒരു അവസ്ഥയാണ് ഇവിടെ നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നോക്കുക, ഏതെല്ലാം വിഭാഗങ്ങളായിരുന്നു കമ്പനി ഭരണത്തിന്റെ ചൂഷണങ്ങൾക്ക് ഇരയായത്? ഏതെല്ലാം വിഭാഗങ്ങളായിരുന്നു? കർഷകർ, നെയ്ത്തുകാർ, കൈത്തൊഴിലുകാർ, ഗോത്രവർഗക്കാർ. ഓക്കെ, കർഷകർ, നെയ്ത്തുകാർ, കൈത്തൊഴിലുകാർ, ഗോത്രവർഗക്കാർ എന്നിവരായിരുന്നു കമ്പനി ഭരണത്തിന്റെ ചൂഷണങ്ങൾക്ക് ഇരയായവർ. ഇനി ഓരോരുത്തരുടെയും എങ്ങനെയാണ് കമ്പനി ഭരണം അവരെ എങ്ങനെയാണ് ചൂഷണം ചെയ്തത് എന്നുള്ളതാണ് പറയുന്നത്. ആദ്യം കർഷകർക്കെതിരെ. ബംഗാൾ കീഴടക്കിയതോടെ കമ്പനിയുടെ ശ്രദ്ധ സമ്പന്നമായ കാർഷിക മേഖലയിലേക്ക് തിരിഞ്ഞു. ബംഗാൾ കീഴടക്കിയതോടുകൂടി കമ്പനിയുടെ ശ്രദ്ധ സമ്പന്നമായ കാർഷിക മേഖലയിലേക്ക് തിരിഞ്ഞു. ഈ മേഖലയിൽ നിന്ന് പരമാവധി സമ്പത്ത് കൊള്ളയടിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അപ്പോൾ അതിനായിട്ട് അവരെന്തെല്ലാമാണ് ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ കർഷകർക്കെതിരെ അവരെന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത് അവരുടെ സമ്പത്ത് കൊള്ളയടിക്കാനായിട്ട് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. നോക്കുക, നമ്മൾ ഓരോ പോയിന്റും വായിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കറിയാം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് SCRT അതുപോലെ തന്നെ ചോദിച്ചിട്ടാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ വരികയും വായിച്ച് വേണം നമ്മൾ പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നോക്കാം, കൃഷിക്കാരുടെ സമ്പത്ത് കൊള്ളയടിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് കമ്പനി ചെയ്തിട്ടുണ്ടായിരുന്നത്. കർഷകർക്കുമേൽ അമിതമായ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചു. ഓക്കെ, അമിതമായ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചു. വരൾച്ചയോ വെള്ളപ്പൊക്കമോ മൂലം കൃഷി നശിച്ചാലും നികുതി ഇളവുകൾ നൽകിയിരുന്നില്ല. നികുതി പിരിച്ചെടുക്കാൻ ഇടനിലക്കാരെ ചുമതലപ്പെടുത്തി. ഇടനിലക്കാരെ എന്താണ് പറയുന്നത്? ജമീന്ദാർമാർ എന്നാണ് പറയുന്നത്. ഓക്കെ, നികുതി പിരിച്ചെടുക്കാനായിട്ട് ജമീന്ദാർമാരെ ചുമതലപ്പെടുത്തി. നികുതി പണമായി തന്നെ നൽകണമെന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്നു. ഓക്കെ, നികുതി പണമായി തന്നെ നൽകണമെന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്നു. പണത്തിനായി കർഷകർ പണം പലിശയ്ക്ക് കൊടുക്കുന്നവരെ ആശ്രയിക്കേണ്ടി വന്നു. പണം പലിശയ്ക്ക് കൊടുക്കുന്നവരെ പറയുന്ന പേരാണ് സാഹുക്കാർ. എന്താണ്? സാഹുക്കാർ. ഇടനിലക്കാർ, നികുതി പിരിച്ചെടുക്കുന്ന ഇടനിലക്കാർ അറിയപ്പെടുന്ന പേരാണ് ജമീന്ദാർമാർ. പണം പലിശയ്ക്ക് കൊടുക്കുന്നവർ അറിയപ്പെടുന്ന പേരാണ് സാഹുക്കാർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കൃഷിക്കാരുടെ സമ്പത്ത് കൊള്ളയടിക്കാനായിട്ട് കമ്പനി ചെയ്തത്. എന്തൊക്കെയാണ്? കർഷകർക്കുമേൽ അമിതമായ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചു. വരൾച്ചയോ വെള്ളപ്പൊക്കമോ മൂലം കൃഷി നശിച്ചാലും നികുതി ഇളവുകൾ നൽകിയിരുന്നില്ല. നികുതി പിരിച്ചെടുക്കാൻ ഇടനിലക്കാരെ അതായത് ജമീന്ദാർമാരെ ചുമതലപ്പെടുത്തി. നികുതി പണമായി തന്നെ നൽകണമെന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്നു. പണത്തിനായി കർഷകർ പണം പലിശയ്ക്ക് കൊടുക്കുന്നവരെ അതായത് സാഹുക്കാർ എന്ന് പറയുന്ന വിഭാഗത്തെ ആശ്രയിക്കേണ്ടി വന്നു. ഇത്രയും കാര്യങ്ങളാണ് ചെയ്തത്. ഇനി ബംഗാളിലെ മണ്ണ്, പരുത്തി, ചണം, നീലം എന്നിവ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമാണെന്ന് കമ്പനി കണ്ടെത്തി. ഓക്കെ, കമ്പനി കണ്ടെത്തിയ കാര്യം എന്താണ്? ബംഗാളിലെ മണ്ണ്, പരുത്തി, ചണം, നീലം എന്നിവ കൃഷി ചെയ്യാനായിട്ടാണ്. ബംഗാളിലെ മണ്ണ് ഏറ്റവും അനുയോജ്യം എന്തിനാണ്? പരുത്തി, ചണം, നീലം എന്നിവ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമാണെന്ന് കമ്പനി കണ്ടെത്തി. പരുത്തിയും ചണവും നീലവും ഇംഗ്ലണ്ടിലെ വ്യവസായശാലകൾക്ക് ആവശ്യമായ പ്രധാന അസംസ്കൃത വസ്തുക്കളായിരുന്നു. ഈ പരുത്തിയും ചണവും നീലവും എല്ലാം ഇംഗ്ലണ്ടിലെ വ്യവസായശാലകൾക്ക് ആവശ്യമായ പ്രധാന അസംസ്കൃത വസ്തുക്കളായിരുന്നു. അതുകൊണ്ട് പരുത്തിയുടെയും ചണത്തിന്റെയും കൃഷി വ്യാപിപ്പിക്കാൻ അവർ തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ ഇംഗ്ലണ്ടിലെ വ്യവസായശാലകൾക്ക് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുക്കൾ ആയതുകൊണ്ട് തന്നെ പരുത്തിയുടെയും ചണത്തിന്റെയും കൃഷി വ്യാപിപ്പിക്കാൻ അവർ തീരുമാനിച്ചു. ഇതിനായി കർഷകരെ നിർബന്ധിച്ചു. അപ്പോൾ പരമ്പരാഗതമായി ഭക്ഷ്യവിളകൾ മാത്രം ഉൽപ്പാദിപ്പിച്ചിരുന്ന കൃഷിയിടങ്ങൾ എന്തായി? പരുത്തിയുടെയും ചണത്തിന്റെയും നീലത്തിന്റെയും തോട്ടങ്ങളായി മാറി. ഓക്കെ, അപ്പോൾ ഇംഗ്ലണ്ടിലെ വ്യവസായശാലകൾക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ആയതുകൊണ്ട് തന്നെ ഭക്ഷ്യവിളകൾ കൃഷി ചെയ്തുകൊണ്ടിരുന്ന കർഷകരെ കൊണ്ട് പരുത്തിയുടെയും ചണത്തിന്റെയും നീലത്തിന്റെയും കൃഷി ചെയ്യാനായിട്ട് നിർബന്ധിച്ചു. അങ്ങനെ കൃഷിയിടങ്ങൾ മുഴുവൻ പരുത്തിയുടെയും ചണത്തിന്റെയും നീലത്തിന്റെയും തോട്ടങ്ങളായി മാറി. കർഷകർക്ക് കൃഷിയിടങ്ങൾ നഷ്ടപ്പെടുകയും അവർ തൊഴിലാളികളായി മാറുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ എത്രയും കാര്യങ്ങളാണ് നമുക്ക് കൃഷിക്കാർക്കെതിരെ കമ്പനി നടത്തിയത്. എന്തൊക്കെയാണെന്നുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, അവരുടെ സമ്പത്ത് കൊള്ളയടിക്കാനായിട്ട് ചെയ്ത കാര്യങ്ങളും അതുപോലെ തന്നെ കൃഷിയിടങ്ങളിൽ ഭക്ഷ്യവിളകൾക്ക് പകരം പരുത്തിയും ചണവും നീലവും ഒക്കെ കൃഷി ചെയ്യിപ്പിച്ച കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് ഗോത്രജനിതയ്ക്കെതിരെ നടത്തിയ ചൂഷണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നോക്കുക, കമ്പനിയുടെ ഇടപെടൽ കാർഷിക മേഖലയിൽ മാത്രമായിരുന്നില്ല. ഇന്ത്യയിലെ വനസമ്പത്ത് കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അവർ വന നിയമങ്ങൾ ആവിഷ്കരിച്ചു. അല്ലെ,
അപ്പോൾ കാർഷിക മേഖല മാത്രം കൊള്ളയടിക്കുകയല്ല, എന്താണ് വനസമ്പത്ത്, ഇന്ത്യയിലെ വനസമ്പത്ത് കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വനനിയമങ്ങൾ ആവിഷ്കരിച്ചു. ഈ നിയമങ്ങൾ മുഖേന വനങ്ങൾ പൂർണ്ണമായി കമ്പനിയുടെ അധീനതയിലായി. പരമ്പരാഗതമായി വനങ്ങളെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഗോത്ര ജനതയെ ഇത് പ്രതികൂലമായി ബാധിച്ചു. ഓക്കെ, അപ്പോൾ വന നിയമങ്ങൾ കൊണ്ടുവന്നു. വനങ്ങളൊക്കെ ആരുടെ അധീനതയിലായി? കമ്പനിയുടെ അധീനതയിലായി. പരമ്പരാഗതമായി വനങ്ങളെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഗോത്ര ജനതയെ ഇത് പ്രതികൂലമായി ബാധിച്ചു. അതോടെ ഗോത്ര ജനതയുടെ വനവിഭവ ശേഖരണവും പരമ്പരാഗത കൃഷി രീതികളും തടസ്സപ്പെട്ടു. ഗോത്ര ജനതയുടെ ആവാസ മേഖല ധാതു നിക്ഷേപങ്ങളാൽ സമ്പന്നമായിരുന്നു. ഇവ ചൂഷണം ചെയ്യുന്നതിനായി റോഡ്, റെയിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. ഇത് ഗോത്ര ജനതയുടെ ജീവിതം ദുസ്സഹമാക്കി. ഓക്കെ, അപ്പൊ ഗോത്ര ജനതയ്ക്കെതിരെ ചെയ്തത് എന്താണ്? വന നിയമങ്ങൾ കൊണ്ടുവന്ന് വനം കയ്യിലടക്കി, അല്ലെ, കമ്പനിയുടെ കയ്യിലാക്കി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗോത്ര ജനതയുടെ ആവാസ മേഖല ധാതു നിക്ഷേപങ്ങളാൽ സമ്പന്നമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ചൂഷണം ചെയ്യുന്നതിനായിട്ട് റോഡ്, റെയിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. ഓക്കെ, അപ്പോൾ അവിടെ റെയിൽവേയുടെ തുടക്കമാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ നോക്കുക, ഇന്ത്യയിൽ റെയിൽവേ ആരംഭിക്കുന്നത് 1853 ഏപ്രിൽ 16 ഡേറ്റ് ഓർത്തിരിക്കുക കേട്ടോ. 1853 ഏപ്രിൽ 16 എന്താരംഭിക്കുന്നത്? ഇന്ത്യയിൽ റെയിൽവേ ആരംഭിക്കുന്നത് 1853 ഏപ്രിൽ 16 അന്ന് വൈകുന്നേരം 3:35 ബോംബെയിൽ നിന്ന് താനെയിലേക്കുള്ള ആദ്യ തീവണ്ടി കൂകിപ്പാഞ്ഞത്. അപ്പോൾ ആദ്യ തീവണ്ടി എവിടെ നിന്ന് എവിടേക്കാണ്? ബോംബെയിൽ നിന്ന് താനെയിലേക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ, ഇന്ത്യയിൽ ആദ്യമായിട്ട് റെയിൽവേ ആരംഭിക്കുന്നത് 1853 ഏപ്രിൽ 16 ഏതാണ് ആദ്യത്തെ തീവണ്ടി? ബോംബെ ടു താനെ ആണ്. ഓക്കെ, 3:35 വൈകുന്നേരം 3:35 ബോംബെയിൽ നിന്ന് താനെയിലേക്കുള്ള ആദ്യ വണ്ടി എന്താണ് കൂകിപ്പാഞ്ഞത്. 14 കോച്ചുകളുള്ള ഈ തീവണ്ടിയിൽ 14 കോച്ചുകളാണ് ഉണ്ടായിരുന്നത്. ആ തീവണ്ടിയിൽ 400 യാത്രക്കാർ ഉണ്ടായിരുന്നു. 1861 മാർച്ചിൽ തിരൂരിൽ നിന്ന് ബേപ്പൂരിലേക്ക് കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി ഓടി. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി ഓടിയത് എപ്പോഴാണ്? 1861 മാർച്ചിലാണ്. എവിടെ നിന്ന് എവിടേക്കാണ്? തിരൂരിൽ നിന്ന് ബേപ്പൂരിലേക്കാണ്. ഓക്കെ, അപ്പോൾ റെയിൽവേയുടെ തുടക്കം മനസ്സിലായല്ലോ. ഇനി ഗോത്ര വിഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആൾക്കാരെ ആരാണ് ചൂഷണം ചെയ്തത്? നെയ്ത്തുകാർക്കെതിരെ. ഓക്കെ, നെയ്ത്തുകാർക്കെതിരെ നടന്ന ചൂഷണങ്ങൾ നമുക്ക് നോക്കാം. കമ്പനി ഭരണകാലത്ത് ഇന്ത്യയിൽ പരുത്തി കൃഷി വ്യാപകമായി. ഓക്കെ, അത് നമ്മൾ പഠിച്ചല്ലേ. കമ്പനി ഭരണകാലത്ത് അവരുടെ ഇംഗ്ലണ്ടിലെ വ്യവസായശാലകൾക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുവാണ് പരുത്തി എന്നുള്ളത് കൊണ്ട് പരുത്തി കൃഷി വ്യാപകമായി എന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? അപ്പോൾ എന്തുകൊണ്ടൊക്കെയാണ് ഈ കൈത്തറി മേഖല തകർന്നത് എന്നുള്ള കാര്യമാണ് ഇനി കൊടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്ന് നോക്കാം. അസംസ്കൃത വസ്തുവായ പരുത്തി ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചു, അല്ലെ? അപ്പോൾ അവിടേക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കളാണ് എന്നുള്ളത് കൊണ്ട് അസംസ്കൃത വസ്തുവായിട്ടുള്ള പരുത്തി ബ്രിട്ടനിലേക്ക് കയറ്റുമതി അയച്ചു. അത് കൈത്തറി മേഖല തകർന്നതിന് ഒരു കാരണമാണ്. അടുത്തത്, ബ്രിട്ടനിലെ യന്ത്രനിർമ്മിതങ്ങളായ വില കുറഞ്ഞ തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു. ഇവിടെ നിന്നും പരുത്തി അങ്ങോട്ട് കയറ്റുമതി ചെയ്തിട്ട് അവിടെ യന്ത്രങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള വില കുറഞ്ഞ തുണിത്തരങ്ങൾ എന്ത് ചെയ്തു? വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു. ഇന്ത്യൻ നിർമ്മിത തുണിത്തരങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തി. ഇന്ത്യയിൽ നിർമ്മിച്ച തുണിത്തരങ്ങൾക്ക് എന്ത് ചെയ്തു? ഉയർന്ന നികുതി ചുമത്തി. അതുകൊണ്ടാണ് കൈത്തറി മേഖല തകർന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇക്കാരണങ്ങളാൽ കൈത്തറി മേഖലയിൽ നിരവധി തൊഴിലാളികൾക്ക് തൊഴിൽ അവസരങ്ങൾ നഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നെയ്ത്തുകാർക്കെതിരെ. അപ്പോൾ ഇങ്ങനെ ഗോത്രവർഗക്കാർക്കെതിരെയും നെയ്ത്തുകാർക്കെതിരെയും കർഷകർക്കെതിരെയും എല്ലാം വിവിധ തരത്തിലുള്ള ചൂഷണങ്ങൾ ചെയ്തു ആര്? കമ്പനി. ഇനി കലാപങ്ങളിലേക്ക്. ഓക്കെ, ഇനി അങ്ങോട്ട് കലാപങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കമ്പനി ഭരണത്തിന്റെ ഫലമായിട്ട് ഉപജീവന മാർഗങ്ങൾ ഇല്ലാതായ വിഭാഗങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചല്ലേ. ഗോത്ര വിഭാഗങ്ങളും നെയ്ത്തുകാരും കൃഷിക്കാരെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ ജനവിഭാഗങ്ങൾ കമ്പനിക്കെതിരെയും അവരുടെ ഇടനിലക്കാരായി നിന്ന ജമീന്ദാർമാർക്കെതിരെയും കലാപങ്ങൾക്ക് തുടക്കമിട്ടു. ഇങ്ങനെ കുറേ സഹിച്ച് വയ്യാതായപ്പോൾ ഈ വിഭാഗങ്ങൾ എന്തു ചെയ്തു? കമ്പനിക്കെതിരെയും അതുപോലെ തന്നെ അവരുടെ അടുത്തുനിന്നും നികുതി പിരിക്കാനായിട്ട് നിന്നിരുന്ന ഇടനിലക്കാരായിരുന്ന ജമീന്ദാർമാർക്കെതിരെയും എന്ത് ചെയ്തു? കലാപങ്ങൾക്ക് തുടക്കമിട്ടു. സംഘടിത സ്വഭാവം ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരം ചെറുത്തുനിൽപ്പുകൾ നടന്നിരുന്നു. ഓക്കെ, സംഘടിതമായിട്ടുള്ള കലാപങ്ങളൊന്നും അല്ലെങ്കിലും വിവിധ പ്രദേശങ്ങളിൽ ഇന്ത്യയിൽ എന്തുണ്ടായിരുന്നു? ഈ ചെറുത്തുനിൽപ്പുകൾ ഉണ്ടായിരുന്നു. കമ്പനി ഭരണം സ്ഥാപിതമായതോടൊപ്പം തന്നെ കാർഷിക കലാപങ്ങളും ആരംഭിച്ചു. ഓക്കെ, കമ്പനി ഭരണം സ്ഥാപിതമായതോടൊപ്പം തന്നെ കാർഷിക കലാപങ്ങളും ആരംഭിച്ചു.
ഇതിന് തെളിവാണ് 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന സന്യാസി കലാപവും ഫക്കീർ കലാപവും. ഓക്കെ, അപ്പൊ കലാപങ്ങൾക്ക് 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ നടന്ന കലാപങ്ങളാണ് ബംഗാളിൽ നടന്ന സന്യാസി കലാപവും ഫക്കീർ കലാപവും. 19-ാം നൂറ്റാണ്ടിൽ മലബാറിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. അപ്പൊ എന്താണ് മലബാറിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് എപ്പോഴാണ്? 19-ാം നൂറ്റാണ്ടിലാണ്. പാട്ടക്കുടിയന്മാരായ മാപ്പിളമാരായിരുന്നു ഈ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. ഓക്കെ, പാട്ടക്കുടിയന്മാരായ മാപ്പിളമാരായിരുന്നു മലബാറിലെ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. ഈ കലാപങ്ങളെ മാപ്പിള കലാപങ്ങൾ എന്ന് വിളിക്കുന്നു. ഇതേ കാലയളവിൽ ബംഗാളിൽ സമാന സ്വഭാവത്തിലുള്ള കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ഇവ ഫറാസി കലാപങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, അപ്പോൾ മലബാറിൽ കലാപങ്ങൾ എന്ത് പേരിൽ അറിയപ്പെട്ടു? മാപ്പിള കലാപങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടു. ബംഗാളിൽ നടന്ന അതേ സ്വഭാവമുള്ള കലാപങ്ങളാണ് ഫറാസി കലാപങ്ങൾ. ഓക്കെ, അപ്പം മലബാറിൽ മാപ്പിള കലാപങ്ങളും ബംഗാളിൽ ഫറാസി കലാപങ്ങളും പൊട്ടിപ്പുറപ്പെട്ടു. ഇനി ഈ കർഷകരെ കൂടാതെ ഗോത്രവർഗക്കാരും കമ്പനിക്കെതിരെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ കലാപങ്ങൾക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കലാപങ്ങളിൽ ഏർപ്പെട്ട ഗോത്ര വിഭാഗക്കാർ ആരൊക്കെയാണ്? മറാത്തയിലെ ഭീലുകൾ, അഹമ്മദ് നഗറിലെ കോലികൾ, ഛോട്ടാ നാഗ്പൂരിലെ കോളുകൾ, രാജ്മഹൽ കുന്നിലെ സാന്താൾമാർ, വയനാട്ടിലെ കുറിച്യർ. ഓക്കെ, അപ്പൊ കർഷകരെ കൂടാതെ കലാപത്തിൽ കമ്പനിക്കെതിരെയുള്ള കലാപത്തിൽ ഏർപ്പെട്ട ഗോത്രവർഗക്കാർ ആരൊക്കെയാണെന്ന് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഗോത്രവർഗക്കാരുടെ പേരുകൾ ഓർത്തിരിക്കുക. മറാത്തയിലെ ഭീലുകൾ, അഹമ്മദ് നഗറിലെ കോലികൾ, ഛോട്ടാ നാഗ്പൂരിലെ കോളുകൾ, രാജ്മഹൽ കുന്നിലെ സാന്താൾമാർ, വയനാട്ടിലെ കുറിച്യർ എന്നിവരാണ് ആ ഗോത്രവർഗക്കാർ. ഇനി സാന്താൾ കലാപത്തെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. സാന്താൾ കലാപം എന്താണ്? ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലായിരുന്നു സാന്താൾ ഗോത്ര ജനത താമസിച്ചിരുന്നത്. എവിടെയാണ്? ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിൽ താമസിച്ച ഗോത്ര ജനതയാണ് സാന്താൾ ഗോത്ര ജനത. ഓക്കെ, കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥന്മാരുടെയും ചൂഷണത്തിനിരയായ ഗോത്ര ജനത നടത്തിയ കലാപമാണ് സാന്താൾ കലാപം. കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥന്മാരുടെയും ചൂഷണത്തിനിരയായ ഗോത്രജനത നടത്തിയ കലാപമാണ് സാന്താൾ കലാപം. അപ്പൊ ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലുള്ള സാന്താൾ ഗോത്രജനത നടത്തിയ കലാപമാണ് സാന്താൾ കലാപം. രാജ്മഹൽ കുന്നുകളെ നിണമണിയിച്ച ഈ കലാപത്തിൽ 15,000-ത്തിലധികം സാന്താൾ ജനതയാണ് ജീവൻ ബലിയർപ്പിച്ചത്. സിദ്ധുവും കാൻഹുവുമായിരുന്നു ഈ കലാപത്തിന് നേതൃത്വം നൽകിയത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? സിദ്ധുവും കാൻഹുവുമാണ്. ഓക്കെ, ഇനി അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരുമാണ് കലാപത്തിനിറങ്ങിയ മറ്റൊരു വിഭാഗം. ഗോത്ര ജനത ഇറങ്ങിയെന്ന് പറഞ്ഞു, അത് ആരൊക്കെയാണെന്ന് പറഞ്ഞു. ഇനി അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരും എവിടേക്ക് ഇറങ്ങിയിട്ടുണ്ട്? കലാപത്തിന് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ആരൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നോക്കാം. ഔധിലെ രാജാ ചെയ്ത് സിംഗ്. ഓക്കെ, ഔധിലെ രാജാ ചെയ്ത് സിംഗ്, തിരുനെൽവേലിയിലെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, ശിവഗംഗയിലെ മരുതു പാണ്ഡ്യൻ, മലബാറിലെ പഴശ്ശിരാജ, കർണാടകയിലെ കിട്ടൂർ ചെന്നമ്മ, തിരുവിതാംകൂറിലെ വേലുത്തമ്പി, കൊച്ചിയിലെ പാലിയത്തച്ഛൻ. ഓക്കെ, അപ്പോൾ ഗോത്ര ജനത മാത്രമല്ല, അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരും എന്തിനിറങ്ങി? കലാപത്തിനിറങ്ങി. അവരാരൊക്കെയാണ്? ഔധിലെ രാജാ ചെയ്ത് സിംഗ്, തിരുനെൽവേലിയിലെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, ശിവഗംഗയിലെ മരുതപാണ്ഡ്യൻ, മലബാറിലെ പഴശ്ശിരാജ, കർണാടകയിലെ കിട്ടൂർ ചെന്നമ്മ, തിരുവിതാംകൂറിലെ വേലുത്തമ്പി, കൊച്ചിയിലെ പാലിയത്തച്ഛൻ എന്നിവരാണ്. ഇനി കേരളത്തിലെ കലാപങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന പ്രധാന ചെറുത്തുനിൽപ്പുകളിൽ ഒന്നായിരുന്നു പഴശ്ശി സമരങ്ങൾ. ഓക്കെ, ഏതാണ്? ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന പ്രധാന ചെറുത്തുനിൽപ്പുകളിൽ ഒന്നായിരുന്നു പഴശ്ശി സമരങ്ങൾ. വടക്കേ മലബാറിലെ കോട്ടയം മേഖലയിൽ നികുതി പിരിക്കാനുള്ള അവകാശം തടഞ്ഞതാണ് പഴശ്ശിരാജയെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. എന്താണ്? വടക്കേ മലബാറിലെ കോട്ടയം മേഖലയിൽ നികുതി പിരിക്കാനുള്ള അവകാശം തടഞ്ഞതാണ് പഴശ്ശിരാജയെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോരാണ് പഴശ്ശിരാജ നടത്തിയത്. അപ്പോൾ ഒളിപ്പോർ നടത്തിയിട്ടുള്ള രാജാവ് ആരാണ്? PSC ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഒളിപ്പോർ നടത്തിയത് ആരാണ് എന്നുള്ളത് പഴശ്ശിരാജയാണ്. വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ നടത്തിയത് ആരാണ്? പഴശ്ശിരാജയാണ്. തലക്കൽ ചന്തു, കൈതേരി അമ്പു, എടച്ചേന കുങ്കൻ, അത്തൻ ഗുരുക്കൾ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പടയാളികളാണ് യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചത്. അപ്പോൾ പഴശ്ശിരാജയെ സഹായിച്ച ആളുകളുടെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. തലക്കൽ ചന്തു,
കൈതേരി അമ്പു, എടച്ചേന കുങ്കൻ, അത്തൻ ഗുരുക്കൾ എന്നിവയുടെ നേതൃത്വത്തിലുള്ള പടയാളികളാണ് യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചത്. എന്നാൽ പഴശ്ശിരാജയുടെ മരണത്തോടെ ഈ യുദ്ധം അവസാനിച്ചു. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയത് ദളവയായിരുന്ന വേലുത്തമ്പി ആയിരുന്നു. ഓക്കെ, അപ്പൊ തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയത് ആരാണ്? ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയത് വേലുത്തമ്പി ദളവയായിരുന്ന വേലുത്തമ്പി ആയിരുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിരന്തര ഇടപെടൽ ദളവയുടെ ഭരണം തടസ്സപ്പെടുത്തി. ഇത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ തിരിയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. ഓക്കെ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിരന്തരമായിട്ടുള്ള ഇടപെടൽ ദളവയുടെ ഭരണം തടസ്സപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ തിരിയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയും കൊച്ചിയിലെ മന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ, അപ്പോൾ കൊച്ചിയിലെ മന്ത്രി ആരായിരുന്നു? പാലിയത്തച്ഛനായിരുന്നു. പാലിയത്തച്ഛൻ അദ്ദേഹത്തെ സഹായിച്ചു. 1809 കുണ്ടറയിൽ വച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പി ആഹ്വാനം ചെയ്തു. ഇതാണ് പ്രശസ്തമായ കുണ്ടറ വിളംബരം. അപ്പോൾ കുണ്ടറ വിളംബരം നടന്ന വർഷം 1809 ഓക്കെ, 1809 കുണ്ടറയിൽ വെച്ചിട്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായിട്ട് വേലുത്തമ്പി ദളവ ആഹ്വാനം ചെയ്തത്. ഇതാണ് കുണ്ടറ വിളംബരം എന്ന് അറിയപ്പെടുന്നത്. ബ്രിട്ടീഷുകാർ ആക്രമണം ശക്തിപ്പെടുത്തി അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ പരാജയപ്പെടുത്തി. ഓക്കെ, അപ്പൊ ഇത്രയും കിട്ടിയല്ലോ. ഇനി പഴശ്ശിയുടെ അവസാന യാത്ര എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നോക്കുക, പഴശ്ശിരാജയുടെ മൃതദേഹം ഞാൻ സഞ്ചരിച്ച പല്ലക്കിലേക്ക് മാറ്റി രാജപത്നിയെ മറ്റൊന്നിൽ കയറ്റി അടുത്ത ദിവസം മൃതദേഹം ശക്തമായ പട്ടാളക്കാവലോടെ മാനന്തവാടിക്ക് അയച്ചു. മൃതശരീരത്തോടൊപ്പം അയച്ച ശിരസ്താദർക്ക് എല്ലാ ബ്രാഹ്മണരെയും വിളിച്ചു വരുത്തി ശവസംസ്കാരം പാരമ്പര്യ വിധിപ്രകാരം നടത്തണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. ഇങ്ങനെയൊരു ബഹുമതിക്ക് പഴശ്ശിരാജ അർഹനാണെന്ന് എനിക്ക് തോന്നി. ഇത് ആരുടേതാണ്? മലബാറിലെ സബ് കളക്ടർ ആയിട്ടുള്ള TH ബേബറുടെ കത്താണ്. ഓക്കെ, TH ബേബർ എഴുതിയതാണ്. പഴശ്ശിരാജയുടെ അവസാന യാത്രയെക്കുറിച്ചാണ്. അപ്പോൾ മാനന്തവാടിയിലാണ് പഴശ്ശിരാജയുടെ മൃതദേഹം കൊണ്ടുപോയത് എന്നുള്ളത് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. അപ്പം മലബാറിലെ സബ് കളക്ടർ ആരായിരുന്നു? TH ബേബർ ആയിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. ഓക്കെ, ഡേറ്റ് 1805 ഡിസംബർ 31. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. ഇനി അടുത്തത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണ് നോക്കുക. അപ്പോൾ ഇന്ത്യയിലെ വിവിധ വിഭാഗങ്ങൾ നടത്തിയിട്ടുള്ള ചെറുത്തുനിൽപ്പുകളെ കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ? സാന്താൾ കലാപം എന്താണെന്ന് പറഞ്ഞു, പഴശ്ശി കലാപമൊക്കെ പറഞ്ഞു. ഇനി ഇങ്ങനെ കമ്പനി പട്ടാളത്തെ അടിച്ചമർത്തി അല്ലെ എല്ലാ ചെറുത്തുനിൽപ്പുകളും. ഓക്കെ, ചെറിയ ചെറിയ ചെറുത്തുനിൽപ്പുകളൊക്കെ നടത്തിയെങ്കിലും എല്ലാം എന്ത് ചെയ്തു? കമ്പനി പട്ടാളം അടിച്ചമർത്തി. 1857 കമ്പനിയോട് കൂറു പുലർത്തിയിരുന്ന വിഭാഗങ്ങൾ പോലും അവർക്കെതിരെ തിരിഞ്ഞു. ഓക്കെ, 1857 ആവുമ്പോഴത്തേനും കമ്പനിയോട് കൂറു പുലർത്തിയിരുന്ന കുറച്ച് വിഭാഗങ്ങളെങ്കിലും ഉണ്ടെങ്കിൽ അവർ പോലും അവർക്കെതിരെ തിരിഞ്ഞു. കമ്പനി പട്ടാളത്തിലെ ഇന്ത്യൻ സൈനികർ, അതായത് ശിപ്പായിമാർ, ഓക്കെ, ശിപ്പായിമാർ എന്നാണ് അറിയപ്പെടുന്നത്. കമ്പനി പട്ടാളത്തിലുള്ള ഇന്ത്യൻ സൈനികർ അറിയപ്പെടുന്ന പേരെന്താണ്? ശിപ്പായിമാർ. ദത്താവകാശ നിരോധന നിയമത്തിന്റെ ഫലമായി അധികാരം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായ നാട്ടുരാജാക്കന്മാർ എന്നിവരായിരുന്നു സമരത്തിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ 1857 സമരത്തിന് നേതൃത്വം കൊടുത്ത ആളുകളെയാണ് പറയുന്നത്. കമ്പനി പട്ടാളത്തിൽ ഉണ്ടായിരുന്ന ഇന്ത്യൻ സൈനികർ, അതായത് ശിപ്പായിമാർ, ദത്താവകാശ നിരോധന നിയമത്തിന്റെ ഫലമായി അധികാരം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായ നാട്ടുരാജാക്കന്മാർ എന്നിവരായിരുന്നു സമരത്തിന് നേതൃത്വം നൽകിയത്. ഇനി ശിപ്പായിമാരുടെ ജീവിതം പരമദയനീയമായിരുന്നു. അപ്പം എങ്ങനെയാണ് ശിപ്പായിമാരുടെ ജീവിതം? അതായത് കമ്പനിക്കാരുടെ പട്ടാളത്തിലുണ്ടായിരുന്ന ഇന്ത്യൻ സൈനികരെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു? തുച്ഛമായ വേതനമായിരുന്നു അവർക്ക് ലഭിച്ചിട്ടുള്ളത്. ദീർഘനേരമുള്ള ജോലി, അവധിയില്ലായ്മ, അടിമകളോടെന്ന പോലുള്ള മേലുദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റം, മോശമായ ഭക്ഷണം, ഇതെല്ലാം ശിപ്പായിമാർ അനുഭവിച്ച കാര്യങ്ങളാണ്. തുച്ഛമായ വേതനം, ദീർഘനേരമുള്ള ജോലി, അവധിയില്ലായ്മ, അടിമകളോടെന്ന പോലുള്ള മേലുദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റം, മോശമായ ഭക്ഷണം. മേൽപ്പറഞ്ഞ കാരണങ്ങളാൽ ശിപ്പായിമാർ അസംതൃപ്തരായിരുന്നു. ഈ അവസരത്തിലാണ് പട്ടാളക്കാർക്കിടയിൽ പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ വിതരണം ചെയ്തത്. പട്ടാളക്കാർക്കെതിരെ എന്താണ് വിതരണം ചെയ്തത്? എൻഫീൽഡ് തോക്കുകൾ വിതരണം ചെയ്തു. ഈ തോക്കിൽ ഉപയോഗിക്കേണ്ട തിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെടിയുണ്ട. ഓക്കെ, എൻഫീൽഡ് തോക്കിൽ ഉപയോഗിക്കേണ്ട തിര അല്ലെങ്കിൽ വെടിയുണ്ട സവിശേഷതയുള്ളതായിരുന്നു. അവ നിർമ്മിക്കുന്നതിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പുകൾ ഉപയോഗിച്ചിരുന്നുവെന്ന് വാർത്ത പ്രചരിച്ചു.
ഓക്കെ, അപ്പോൾ പട്ടാളക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടി എൻഫീൽഡ് തോക്കുകൾ വിതരണം ചെയ്തു. അതിലുള്ള ഉപയോഗിക്കേണ്ട തിര അല്ലെങ്കിൽ വെടിയുണ്ടയിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പുകൾ ഉപയോഗിച്ചു എന്ന വാർത്ത പ്രചരിച്ചു. കൂടാതെ ശിപ്പായിമാർക്ക് വിതരണം ചെയ്തിരുന്ന റൊട്ടി എല്ലുപൊടി ചേർത്ത ഗോതമ്പ് പൊടി കൊണ്ടാണെന്ന വാർത്തയും പരന്നു. ഓക്കെ, ഇവർക്ക് കൊടുക്കുന്ന റൊട്ടിയിൽ എല്ലുപൊടി ചേർത്ത ഗോതമ്പ് പൊടി കൊണ്ടാണെന്നുള്ള വാർത്തയും പരന്നു. അതോടെ സൈനികർ പ്രകോപിതരാവുകയും കലാപത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ പെട്ടെന്നുണ്ടായിട്ടുള്ള ഈ കലാപത്തിന് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. അതായത് എൻഫീൽഡ് തോക്കുകളുടെ വിതരണം, അതിലെ തിര എന്ന് പറയുന്നത് പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പുകൾ ഉപയോഗിച്ചതാണെന്നും ഇവർക്ക് വിതരണം ചെയ്ത റൊട്ടി എല്ലുപൊടി ചേർത്ത് ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്നുള്ള ഈ പ്രചരണം തന്നെയാണ് പെട്ടെന്നുണ്ടായ ഒരു തുടക്കം എന്ന് പറയുന്നത്, കലാപത്തിന് തുടക്കം കുറിക്കാനായിട്ട് കാരണം. ശിപ്പായികൾക്കിടയിൽ നിന്ന് ആദ്യമായി പ്രതിഷേധമുയർത്തിയത് ആരാണ്? മംഗൾ പാണ്ഡെയാണ്. ഓക്കെ, ശിപ്പായികൾക്കിടയിൽ നിന്ന് ആദ്യമായിട്ട് പ്രതിഷേധമുയർത്തിയത് മംഗൾ പാണ്ഡെ ആയിരുന്നു. മംഗൾ പാണ്ഡെയുടെ പേര് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സൈനിക മേധാവികൾക്കെതിരെ സംഘടിതമായ രീതിയിൽ കലാപങ്ങൾ ആരംഭിച്ചത് മീററ്റിലാണ്. അപ്പോൾ 1857 കലാപം ആരംഭിച്ചത് എവിടെ നിന്നാണ്? മീററ്റിലാണ് അല്ലെ. സൈനിക മേധാവികൾക്കെതിരെ സംഘടിതമായ രീതിയിൽ കലാപങ്ങൾ ആരംഭിച്ചത് മീററ്റിലാണ്. കലാപത്തിനിറങ്ങിയ സൈനികർ ഡൽഹിയിലെത്തി അവസാനത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. ഓക്കെ, അപ്പോൾ ഡൽഹിയിലെത്തി അവസാനത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെ എന്ത് ചെയ്തു? അവർ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. കലാപം മീററ്റിൽ മാത്രമല്ല ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും പൊട്ടിപ്പുറപ്പെട്ടു. അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും കലാപത്തിൽ പങ്കുചേർന്നു. ഓക്കെ, അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും കലാപത്തിൽ പങ്കുചേർന്നു. കാൺപൂർ, ലക്നൗ, അലഹബാദ്, ഝാൻസി, ആര, ഫൈസാബാദ് തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് എന്ത് ചെയ്തു? കലാപം പടർന്നു. ഓക്കെ, എവിടേക്കാണ്? കാൺപൂർ, ലക്നൗ, അലഹബാദ്, ഝാൻസി, ആര, ഫൈസാബാദ് തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് കലാപം പടർന്നു. ഇനി ഓരോ പ്രദേശത്ത് നേതൃത്വം കൊടുത്തത് ആരൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. കാൺപൂരിൽ നാനാ സാഹിബും, കാൺപൂരിൽ ആരാണ്? നാനാ സാഹിബും താന്തിയ തോപ്പിയും. ഓക്കെ, കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബും താന്തിയ തോപ്പിയും. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നേതൃത്വം കൊടുത്ത, കലാപത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾ എപ്പോഴും ചോദിക്കുന്നതാണ്. കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയും, ഝാൻസിയിൽ റാണി ലക്ഷ്മിബായ്, ലക്നൌവിൽ ബീഗം ഹസ്രത് മഹൽ. ബീഗം ഹസ്രത് മഹൽ സ്ഥിരം ചോദിക്കുന്നതാണ്. അപ്പോൾ കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയും, ഝാൻസിയിൽ റാണി ലക്ഷ്മിബായ്, ലക്നൌവിൽ ബീഗം ഹസ്രത് മഹൽ, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള, ആരയിൽ കൻവർ സിംഗ്. ആരയിൽ ആരാണ്? കൻവർ സിംഗ് എന്നിവരായിരുന്നു സമരം നയിച്ചത്. അപ്പോൾ ഈ പേരുകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അവർ നേതൃത്വം കൊടുത്ത സ്ഥലവും അവരുടെ പേരും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ എന്നാൽ ഈ കലാപം കമ്പനി അടിച്ചമർത്തി. ബഹദൂർ ഷാ സഫറിനെ എന്ത് ചെയ്തു? റങ്കൂണിലേക്ക് നാടുകടത്തി. ബഹദൂർ ഷാ സഫറിനെ റങ്കൂണിലേക്ക് നാടുകടത്തി. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെട്ടത്? അതിനുള്ള കാരണങ്ങളാണ് കൊടുത്തത്. ഉത്തരേന്ത്യയിൽ മിക്ക സ്ഥലങ്ങളിലും കലാപങ്ങൾ ഉണ്ടായെങ്കിലും ഇതിനൊരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല. ഒത്തിരി പ്രദേശത്ത് നടന്നുവെങ്കിലും ഒരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല. കലാപകാരികളെ അപേക്ഷിച്ച് സൈനിക ശേഷിയും സംഘാടന മികവും മെച്ചപ്പെട്ട ആയുധങ്ങളും ആർക്കുണ്ടായിരുന്നു? കമ്പനിക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, കലാപകാരികളെക്കാളും നല്ല സൈനിക ശേഷിയും സംഘാടന മികവും മെച്ചപ്പെട്ട ആയുധങ്ങളും കമ്പനിക്കുണ്ടായിരുന്നു. ഇന്ത്യക്കാരിൽ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ നേടുന്നതിൽ കലാപകാരികൾ പരാജയപ്പെട്ടു. ഓക്കെ, എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ കലാപകാരികൾക്ക് ലഭിച്ചിരുന്നില്ല. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ സമരത്തിനെതിരായിരുന്നു. ഓക്കെ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ സമരത്തിന് എതിരായിരുന്നു. സമ്പന്നരായ നാട്ടുരാജാക്കന്മാർ കമ്പനിക്കായിരുന്നു പിന്തുണ നൽകിയിരുന്നത്. ഓക്കെ, സമ്പന്നരായിട്ടുള്ള നാട്ടുരാജാക്കന്മാർ, അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാർ മാത്രമാണ് കലാപത്തിന് നേതൃത്വം നൽകാനായിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, സമ്പന്നരായിട്ടുള്ള നാട്ടുരാജാക്കന്മാർ കമ്പനിക്ക് പിന്തുണയാണ് നൽകിയത്. ഓക്കെ, അപ്പോൾ ഈ കാരണങ്ങളൊക്കെയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം അത് സക്സസ് ആവാതിരിക്കാനായിട്ട് കാരണം. ഓക്കെ, ഇനി നോക്കാം. ലഗ്ത നഹി ഹേ ജി മേര ജീവിതത്തിൻ്റെ പകൽ തീരാറായി, സന്ധ്യ പടർന്നു തുടങ്ങിയിരിക്കുന്നു. ഇനി ഇരു കാലുകളും നീട്ടി ശവക്കല്ലറയിൽ ഉറങ്ങാം.
ജനിച്ച മണ്ണിൽ ലയിക്കാൻ 6 അടി പോലും ലഭിക്കാത്ത സഫർ, നീ എത്ര നിർഭാഗ്യവാൻ. ആരുടേതാണ്? ബഹദൂർ ഷാ സഫർ. ഓക്കെ, പറയുന്നതാണ്. ലഗ്ത നഹി ഹെ ജി മേര എന്ന് പറയുന്ന അതിൽ പറയുന്നതാണ്, ജീവിതത്തിന്റെ പകൽ തീരാറായി, സന്ധ്യ പടർന്നു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സെന്റൻസ് കൊടുത്തിട്ട് ഇത് ആരുടേതാണ് എന്ന് ചോദിക്കാം. ബഹദൂർ ഷാ സഫർ. ഓക്കെ, ഇനി ഇവിടെ ഒരു പിക്ചറൊക്കെ തന്നിട്ടുണ്ട്. മീററ്റ്, അവധ്, ഫൈസാബാദ്, കാൺപൂർ, ഝാൻസി, അതായത് കലാപം നടന്ന പ്രദേശങ്ങളൊക്കെയാണ്. ഓക്കെ, പ്രധാന കേന്ദ്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചല്ലോ. ഇനി പ്രത്യക്ഷത്തിൽ സമരം പരാജയപ്പെട്ടെങ്കിലും കമ്പനി ഭരണത്തിനെതിരെ നാടിന്റെ മോചനത്തിനായുള്ള ആദ്യത്തെ ബഹുജന സമരമായിരുന്നു അത്. ഓക്കെ, സമരം പരാജയപ്പെട്ടു എങ്കിലും കമ്പനി ഭരണത്തിനെതിരെ നാടിന്റെ മോചനത്തിനായിട്ടുള്ള ആദ്യത്തെ ബഹുജന സമരമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഈ സമരത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് 1857 കലാപം ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് കണക്കാക്കാനായിട്ട് കാര്യം. ഓക്കെ, കലാപത്തിന്റെ ഏറ്റവും വലിയ ശക്തി മതത്തിന് അതീതമായി ഇന്ത്യൻ ജനത ഉയർത്തിയ ഐക്യബോധമായിരുന്നു. ബഹദൂർ ഷായെ ഷാഹിൻ ഷായെ ഹിന്ദുസ്ഥാൻ, അതായത് ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കാൻ ശിപായിമാരെ പ്രേരിപ്പിച്ചത് ഈ ഐക്യമായിരുന്നു. അപ്പോൾ കലാപത്തിന്റെ ശക്തി എന്ന് പറയുന്നത് എന്തായിരുന്നു? മതത്തിന് അതീതമായി ഇന്ത്യൻ ജനത ഉയർത്തിയ ഐക്യബോധമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ജനതയുടെ ഇടയിൽ ഒരു ഐക്യബോധം ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടു കൂടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്താണ്, അങ്ങനെ മതസ്പർദ്ധ വളർത്താൻ ബ്രിട്ടീഷുകാർ നടത്തിയ ശ്രമങ്ങൾ കലാപകാലം വരെ വിജയിച്ചിട്ടില്ല എന്ന് ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നു. അപ്പം സമരം പരാജയപ്പെട്ടെങ്കിലും ഇന്ത്യക്കാർക്കിടയിൽ ഒരു ഐക്യബോധം ഉണ്ടാക്കാൻ സഹായിച്ചത് ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. ഓക്കെ, ഇനി ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ കൈകളിലേക്ക് നോക്കാം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിൽ മാറ്റം വരുത്തി. നമ്മൾ പറഞ്ഞു ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നു, എല്ലാവരുടെയും ഇടയിൽ ഒരു ഐക്യബോധമൊക്കെ ഉണ്ടായി അല്ലേ. അപ്പോൾ അത് ഭരണ സംവിധാനത്തിൽ ഒത്തിരി മാറ്റം വരുത്തി. ബ്രിട്ടീഷ് രാജ്ഞിയുടെ 1858 വിളംബരത്തോടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഓക്കെ, ബ്രിട്ടീഷ് രാജ്ഞിയുടെ 1858 വിളംബരത്തോടുകൂടി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.